ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു Indo-Italian ഡിഷസ്. ഇന്ന് ഞാൻ ഒരു ഇന്ത്യൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളുടെ ഏത്തപ്പഴ പായസം. ഏത്തപ്പഴം ആർക്കാ ഇഷ്ടമില്ലാത്ത, നേന്ത്രപ്പഴം അല്ലേ? അപ്പം അത് പായസത്തിലാക്കിയാലോ? ഏത്തപ്പഴത്തിന് ഓൾറെഡി മധുരമാണ്. അപ്പം അത് പായസമായാലോ ഇരട്ടി മധുരം. അപ്പം ഇരട്ടി മധുരത്തിൽ നല്ല സൂപ്പറായിട്ടുള്ള ഏത്തപ്പഴ പായസം എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അപ്പം അത് യഥാർത്ഥ ട്രഡീഷണൽ ഏത്തപ്പഴ പായസം പോലെയല്ല, ഞാനൊരു ചെറിയ മോഡുലേഷനൊക്കെ എൻ്റേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2 ഏത്തപ്പഴം ഇങ്ങനെ ചെറുതായി പീസുകളാക്കി നുറുക്കിയെടുത്തത്, ഏത്തപ്പഴം അരച്ചെടുത്തത്, 1 കപ്പ് ശർക്കര, 1 പിടി നട്ട്സ്, 1 പിടി തേങ്ങാക്കൊത്ത്, 1 പിടി ചൗവരി വേവിച്ചത്. പായസത്തിന് നെയ്യില്ലാതെ എന്ത് പായസമല്ലേ? അപ്പം പായസത്തിന് ആവശ്യമുള്ള നെയ്യ്, വറുത്ത് കോരാനുള്ള നെയ്യ് വേണം. തേങ്ങാപ്പാല്, 2ാം പാല് നീട്ടിയെടുത്തത്, 1 തേങ്ങയുടെ 2ാം പാല് നീട്ടിയെടുത്തത്, 5 ഏലക്ക പൊടിച്ചെടുത്തത്, 1/2 സ്പൂൺ ചുക്ക്, പിന്നെ 1 നുള്ള ഉപ്പും വേണം. ഇത് കൂടാതെ ഈ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലല്ലാതെ 1ാം പാല് 1/2 കപ്പ്, അത് വേറെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൂടെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങുന്ന ആദ്യം നമുക്ക് ഈ നട്ട്സും തേങ്ങാക്കൊത്തും എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അത് ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈസി മെത്തേഡാണ്. ഓരോ മൂപ്പിച്ച് മാറ്റുന്നു അങ്ങനെയൊന്നുമല്ല. ഞാൻ ആദ്യം നട്ട്സും തേങ്ങാക്കൊത്തും എല്ലാം വെവ്വേറെ മൂപ്പിച്ച് മാറ്റിയിട്ട് അതിൽ തന്നെ പഴം മൂപ്പിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പം നമുക്ക് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കാണാം. എന്തിനാണ് ഞാൻ പറയുന്നത് അല്ലേ? അപ്പം പഴപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം നിങ്ങൾ വെക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ വെച്ചേക്കുന്ന പോലെ ഒരു ഉരുളി വെക്കുക. ഉരുളി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമായിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്തിനാ? നമുക്കിതെല്ലാം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നെയ്യ് ഉരുക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ നട്ട്സ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആദ്യം നെയ്യിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങ് കോരിയെടുക്കാം. ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഈ നെയ്യിൽ നിന്ന് എടുക്കാം. ഈ നെയ്യിലേക്ക് ബാക്കി നമ്മുടെ കയ്യിലിരിക്കുന്ന പഴം മുഴുവനൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഈ പഴം എല്ലാം ഈ നെയ്യിലൊന്ന് നന്നായി മൂത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല ഒരു ഇച്ചിരി കൂടെ ഒന്ന് ബ്രൗൺ കളർ ആകണം. അപ്പോഴേ ആ പഴത്തിലെല്ലാം ആ നെയ്യൊന്ന് പിടിച്ച് നമ്മുടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ അതിനൊരു രുചി വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര അവരവരുടെ ഇഷ്ടത്തിന്. കാരണം ഇപ്പം ചിലർക്ക് ഇത്രയും ശർക്കര പോരാ, കുറച്ചും കൂടി ശർക്കര വേണം എന്നൊക്കെയുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി അങ്ങ് മധുരം, പായസമാണ് മധുരം വേണം, ഒത്തിരി അങ്ങ് മധുരം ഇഷ്ടമല്ല. അപ്പം ഈ ശർക്കര എന്ന് പറഞ്ഞാൽ സാധാരണ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ശർക്കര ഇത് ചെയ്തെടുക്കണം. എനിക്കിവിടെ കല്ലില്ലാത്ത ശർക്കര പൊടിച്ചത് മേടിക്കാൻ കിട്ടും. അപ്പം കാപ്പിക്കകത്തൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടും. അപ്പം ആ ശർക്കര ആയതുകൊണ്ട് എനിക്കത് അരിക്കേണ്ട ആവശ്യമില്ല. ഉരുക്കുകയും അരിക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എനിക്ക് ശർക്കര നന്നായിട്ട് ഡയറക്റ്റ് എനിക്കിടാം. അതുപോലെ നല്ല ശർക്കര പൊടി കിട്ടും. ഈ പഴം ഈ ശർക്കരയിൽ നന്നായിട്ട് ഒന്ന് വിളയിക്കാം. നന്നായിട്ടൊന്ന് വിളയിച്ച് വരണം. അതായത് ശർക്കരയ്ക്കകത്ത് ഈ പഴത്തിനകത്തെല്ലാം ശർക്കര നന്നായി ഒന്ന് പിടിക്കണം. ഇപ്പം ഇത് നന്നായിട്ട് ഇതിലത്തെ കണ്ടോ, വെള്ളമെല്ലാം പറ്റി നല്ലതായിട്ട് പത വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഈ പരുവാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴോടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം ശർക്കരയും പഴം അരച്ചതും പഴം മുറിച്ചതും എല്ലാം നന്നായി വിളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചൗവരി ആഡ് ചെയ്ത് കൊടുക്കാം. ചൗവരിയിൽ ഇത് തിളയ്ക്കും. ഇപ്പം ഇതിലേക്ക് നന്നായിട്ട് ശർക്കരയും ഇതും നമ്മൾ ഇട്ട ചൗവരിയും എല്ലാം നന്നായിട്ട് വെന്ത് കലങ്ങി യോജിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എടപ്പാൽ, രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇപ്പം എടപ്പാൽ ഒഴിച്ച് നന്നായി തിളച്ച് ഇച്ചിരി പറ്റിയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ കിട്ടണമല്ലോ, പായസത്തിൻ്റെ ഒരു മണമൊക്കെ വരാനായിട്ട്. അതുപോലെ തന്നെ ഗ്യാസ് കെട്ടാതിരിക്കാനായിട്ടുമാണ് നമ്മൾ ചുക്കുപൊടി ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഏലക്ക പൊടിക്കുമ്പോൾ അതിൻ്റെ തോട് കളഞ്ഞിട്ട് കുരു മാത്രം എടുത്ത് പൊടിക്കുന്നതാണ് നല്ലത്. കാരണം ഏലക്കയിൽ ഒത്തിരി വിഷം അടിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തലപ്പാൽ ഒഴിക്കാം. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് തിളക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ പായസം മുഴുവൻ പിരിഞ്ഞ പോലെ ഇരിക്കും. ഇതിലേക്ക് പെട്ടെന്ന് നമ്മളെടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും നട്ട്സും ചേർത്ത് കൊടുക്കാം. കാരണം ഉരുളിക്ക് ഓൾറെഡി നല്ല ചൂടാണ്. തേങ്ങാക്കൊത്ത് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഗ്യാസ് കെട്ടിയേക്കാം. ഒരു ഞുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. ഏറ്റവും അവസാനം ഗ്യാസ് കെട്ടിക്കഴിഞ്ഞ് ഒരു ഉപ്പ് ഇത് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ മധുരവും ഉപ്പും കൂടെ ഒന്ന് ന്യൂട്രലൈസ് ആകാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളുടെ നേന്ത്രപ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്താൽ മാത്രം മതി. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ നേന്ത്രപ്പഴ പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചെറു ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ ഈ പായസം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള പ്രൊമോഷൻ. അപ്പം ഇതിൽ നല്ലൊരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.